തുടർഭരണത്തിനായി മുഖ്യമന്ത്രിയുടെ മിഷൻ 110. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 110 സീറ്റ് നേടണം എന്ന് 3.5 മണിക്കൂറിലേറെ നീണ്ട മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഓരോ മണ്ഡലത്തിനു വേണ്ടിയും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കും. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നും വിവാദങ്ങളെ വികസനം കൊണ്ട് മറികടക്കണമെന്നും നിർദ്ദേശം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് ഉമേഷ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം പൂർത്തിയാക്കിയ ശേഷം മുഖ്യമന്ത്രി പ്രത്യേക യോഗം ചേരുകയായിരുന്നു. മുഴുവൻ മന്ത്രിമാരുമായി പ്രത്യേകം സംസാരിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി കണക്കിലെടുത്ത് തിരിച്ചടിയുണ്ടായ ഇടങ്ങളിൽ എന്തൊക്കെ പരിഹാരങ്ങൾ വേണം എന്നതടക്കം നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ മിഷൻ 110-ന്റെ ഒരു പൊതു സ്വഭാവം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? വിജയകുമാർ, സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് 3 മണിക്കൂർ നീണ്ട പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അത് മന്ത്രിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മന്ത്രിസഭാ യോഗം, സാധാരണ ക്യാബിനറ്റ് യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുമെങ്കിൽ അതിനുശേഷം നടന്ന യോഗത്തിൽ മന്ത്രിമാർ മാത്രമാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ ഒരു സമഗ്ര പദ്ധതി, എങ്ങനെ 110 സീറ്റിലേക്ക് മിഷൻ 110 എങ്ങനെ നേടാമെന്നുള്ളതിന് സമഗ്രമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്ര പദ്ധതി. ആ കർമ്മ പദ്ധതിയിൽ എങ്ങനെ ഓരോരുത്തരും ഇടപെടണം, ഓരോ മന്ത്രിമാരും, ഓരോ ജില്ലകളുടെ ചുമതലയുള്ള ഓരോ മന്ത്രിമാരും എങ്ങനെയാണ് ഓരോ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്, വിവാദങ്ങളെ എങ്ങനെ മറികടക്കാം, ക്ഷീണം, അതായത് വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായ തിരിച്ചടികൾ അതെങ്ങനെ മറികടന്ന് മുന്നോട്ട് വരാം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായി നിർദ്ദേശിച്ചത്. എന്തായാലും മിഷൻ 110, പ്രതിപക്ഷം മിഷൻ 100 എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പടി കൂടി കടന്ന് മിഷൻ 110 പ്രഖ്യാപിച്ച് ഭരണ നേട്ടം 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം LDF സർക്കാർ വരുത്തുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായ നിർദ്ദേശങ്ങൾ ഇവയാണ്. അതായത് ആദ്യം ഈ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഈ കഴിഞ്ഞ 10 വർഷവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു, വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് സോഷ്യൽ മീഡിയ അടക്കമുള്ളവ ഉപയോഗിക്കണം. BJPക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഈ BJP പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും മികച്ച വികസനം കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. BJPയുടെ നിലപാടിനൊപ്പമാണ് കോൺഗ്രസ് നിന്നത് എന്നുള്ള പ്രചാരണം നടത്തുകയും വേണം. ഓരോ മന്ത്രിമാരും ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രചാരണം നടത്തണം. ഓരോ ദിവസവും നടപ്പാക്കേണ്ട പദ്ധതികൾ, ഓരോ ദിവസവും അതെങ്ങനെ വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നീ കാര്യങ്ങൾ കൂടി ഈ യോഗത്തിൽ നിർദ്ദേശിച്ചു. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.